ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്ത്, ഞങ്ങളുടെ ഗീതം സംഗീതം എന്ന കൂട്ടായ്മയുടെ മെമ്പറും ഗായകനുമായ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായിയും ആത്മമിത്രവുമായ മധു ചൂണ്ടൽ, എൻ്റെ സഹപ്രവർത്തകനും ഇന്നത്തെ മുഖ്യാതിഥിയുമായ ഹരിശാന്ത്, പ്രിയങ്കരനായ ചലച്ചിത്ര TV നടൻ, മറ്റു വേദിയിലുള്ള ഈ പരിപാടിയുടെ പ്രധാന സൂത്രധാരൻ, സംയോജകൻ, അതിലെല്ലാം ഉപരി ഒരുപാട് സമയം ഈ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച ശ്രീ വിശ്വനാഥ്. ഹരിശാന്ത് പറയായിരുന്നു, ആദ്യം ഒരു വിഷ് ചെയ്തിട്ട് വേണം പേര് പറയാൻ. അതാണ് ആ പേരിൻ്റെ പ്രത്യേകത. എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയങ്കരായ സംഗീത പ്രേമികളെ, ഗായകരെ, സുഹൃത്തുക്കളെ, പാട്ടിൻ്റെ പാലാഴി എന്ന പേരിൽ ഏതോ ഒരു ഗ്രൂപ്പിൽ ഞാൻ അംഗമാണ്. അത് വിശ്വനാഥൻ്റെ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പാട്ടിൻ്റെ പാലാഴിയിലുണ്ട്. ഞാൻ 16-17 സംഗീത ഗ്രൂപ്പുകളിൽ ഓൾറെഡി മെമ്പറാണ്. അതിലിടയ്ക്ക് ചില പാട്ടുകളൊക്കെ പോസ്റ്റ് ചെയ്യും. ഈ ഗ്രൂപ്പിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ കൂടെ മെമ്പറാക്കണേ. വിഷ് മധുവായാലും മതിയല്ലോ. ഈ ഗ്രൂപ്പിൻ്റെ പേര് മലയാളത്തിന് സമ്മാനിച്ച മഹാനായ കവിയും ഗാനരചയിതാവും സംവിധായകനും നിർമ്മാതാവും സ്വാതന്ത്ര്യസമര സേനാനിയും ആദ്യകാല കമ്മ്യൂണിസ്റ്റും പത്രപ്രവർത്തകനും പത്രാധിപരും കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനും കേരള സംഗീത അക്കാദമി ചെയർമാനും കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറിയും എല്ലാമായിരുന്ന, ഒരിക്കലും അസ്തമിക്കാത്ത സൂര്യനായ ഭാസ്കരൻ മാസ്റ്ററുടെ പാദങ്ങളിലാണ് ആദ്യത്തെ പ്രണാമം. 1971 അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പട്ടിൻ്റെ പാലാഴി തീർത്തവളെ എന്ന് ഭാസ്കരൻ മാസ്റ്റർ എഴുതിയത്. വയലാറിനോട് എത്രത്തോളം എനിക്ക് ഇഷ്ടവും ബഹുമാനവും ഉണ്ടോ, അതേ അളവിൽ തന്നെ ഭാസ്കരൻ മാസ്റ്ററോടും ഉണ്ട്. ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ടിൻ്റെ പാലാഴി എന്ന ആ വാക്ക് ഏറ്റവും ഉചിതമായ അർത്ഥത്തിലാണ് ഈ ഗ്രൂപ്പിന് ചാർത്തിക്കൊടുത്തത് എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യം. കാരണം ഞാൻ നിൽക്കുന്ന ഈ ഇരിങ്ങാലക്കുടയിൽ നിന്ന് കേവലം ഒരല്പ ദൂരം സഞ്ചരിച്ചാൽ, കേവലം 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഭാസ്കരൻ മാസ്റ്റർ നാടായ കൊടുങ്ങല്ലൂരിലെത്തും. എത്രയെത്ര പാട്ടുകാരാണ് ഇന്ന് കേരളത്തിലുള്ളത്, അല്ലെങ്കിൽ ലോകം മുഴുവനുള്ള മലയാളികൾക്കിടയിലുള്ളത് എന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്രയും പാട്ടുകാർ നമുക്ക് ചുറ്റും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പല യാത്രാവേളകളിലും കണ്ടുമുട്ടുന്ന, അത് ട്രെയിനിലായാലും ആകാശമാർഗമായാലും കാറിലായാലും പൂരപ്പറമ്പിലായാലും കണ്ടുമുട്ടുന്ന ഒരു 10 പേരിൽ 8 പേരും പാട്ടുകാരായിരിക്കും. പാട്ട് പാടാനുള്ള താല്പര്യം വളരെ ചെറുപ്പം മുതൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് പല ജോലികളും ജീവിത പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട്. ആ രംഗത്ത് ശോഭിക്കാൻ, അല്ലെങ്കിൽ അവിടെ അവരുടെ സിദ്ധി പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ അതിനുള്ള ഗുരുകുലം കിട്ടാത്തതിൻ്റെ പേരിൽ ഒക്കെ മൂടി വയ്ക്കപ്പെട്ട ഒന്നാണ് സംഗീതം. എന്തിനധികം പറയുന്നത്, എന്നെപ്പോലും പാട്ട് പഠിപ്പിച്ചിട്ടില്ല. ജന്മസിദ്ധമായി കിട്ടുന്ന ഏറ്റവും വലിയ ടാലൻ്റാണ് പാടാനുള്ള കഴിവ്. നിങ്ങൾക്കറിയുമെന്ന് അറിഞ്ഞുകൂടാ, കലകളുടെ റാണി എന്ന് പറയുന്നത് സംഗീതമാണ്. കലകളുടെ രാജ്ഞി. നിങ്ങൾ ഏത് പണ്ഡിതനോട് വേണമെങ്കിൽ ചോദിച്ചോളൂ, എന്താണ് കലകളിലെ രാജ്ഞി, ആരാണ്? ദ ക്യൂൺ ഓഫ് ആർട്ട് എന്ന് പറഞ്ഞ സംഗീതമാണ്. അപ്പോൾ കലകളുടെ രാജാവ് എന്ന് പറയുന്ന ആരാ? അത് ചിത്രകലയാണ്. എന്താണിത് തമ്മിലുള്ള വ്യത്യാസം? എന്തുകൊണ്ടാണിത് രാജാവും റാണിയുമാകുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നും പറയാനില്ല. ജന്മസിദ്ധമായ വാസനയുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. പെട്ടെന്നൊരാൾക്ക് പാട്ട് പാടാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് വ്യാമോഹമാണ്. കാരണം ജനിക്കുമ്പോൾ കിട്ടണം.
ജന്മസിദ്ധമാണ്. പാട്ട് പാടാമെന്ന് വിചാരിച്ചിട്ട് ഏത് പണക്കാരനായാലും അല്ലെങ്കിൽ ഏത് കോടീശ്വരനായാലും ഏതൊരു വലിയ ഉദ്യോഗസ്ഥനായാലും പ്രധാനമന്ത്രി ആയാലും ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും പാട്ട് പാടാനുള്ള ജന്മസിദ്ധമായ വാസനയില്ലെങ്കിൽ തൊടാൻ പറ്റില്ല. പറയാം, പാട്ട് പറയാം, അതൊരു സിദ്ധിയാണ്. അതുപോലെയാണ് ചിത്രകലയും. അതും നമുക്ക് കിട്ടുന്ന ജന്മസിദ്ധമായ വാസനയാണ്. പടം വരയ്ക്കാൻ എളുപ്പമല്ല, വരച്ചു നോക്കിയാൽ അറിയാം. അപ്പം ഈ രണ്ട് കലകൾ ഉണ്ടെങ്കിൽ എല്ലാ കലയുമായി ഈ രണ്ട് കലയും ചേർന്നതാണ്, അതായത് ഞാനീ പറഞ്ഞ സംഗീതവും ചിത്രകലയുടെയും സംയോജനമാണ്, അതിൻ്റെ ഒരു ബ്ലെൻഡിങ് ആണ് ചലച്ചിത്രം എന്ന് പറയുന്ന ഞാനും ഹരിയുമൊക്കെ പ്രവർത്തിക്കുന്ന മേഖല. ചലിക്കുന്ന ചിത്രങ്ങൾ, ചിത്രങ്ങളെ ചലിപ്പിക്കുകയും അതിന് സംഗീതം കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പം സംഗീതരംഗത്ത് എത്രയോ മഹാരഥന്മാർ നമുക്ക് മുൻപേ പോയവർ, നമുക്കിന്ന് ഇപ്പോൾ ഈ പാടാനുള്ള പാട്ടുകളൊക്കെ നമുക്ക് അണിയിച്ചൊരുക്കിയവരെ ഇവിടെ ഒരു നിമിഷം ഓർക്കണം. 1938 ബാലൻ എന്ന സിനിമയിലാണ് 23 പാട്ടുകളുണ്ടായിരുന്നു. ഫസ്റ്റ് റെക്കോർഡില്ല. മുതുകുളം രാഘവൻപിള്ള എന്ന തിരക്കഥാകൃത്തും നടനുമായ അദ്ദേഹമാണ് 23 പാട്ടുകൾ 38 ബാലൻ എന്ന സിനിമയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തിയത്. അതും കഴിഞ്ഞ് വളരെ കാലത്തിന് ശേഷം 38 കഴിഞ്ഞാൽ പിന്നെ 40കളുടെ അവസാനത്തിലാണ് BA ചിദംബരനാഥ് എന്ന സംഗീത സംവിധായകൻ വരുന്നത്. അത് കഴിയുമ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമി വരുന്നത്. 1950 P. ഭാസ്കരൻ മാസ്റ്റർ ചന്ദ്രിക എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുന്നത്. പേര് സൂര്യൻ്റെ ആണെങ്കിലും എഴുതിയത് നിലാവിൻ്റെ പേരാണ്. ഭാസ്കരൻ സൂര്യൻ ചന്ദ്രികയിലാണ് എഴുതുന്നത്. അങ്ങനെ തുടങ്ങിയ ചലച്ചിത്ര സംസ്കാരം, പാട്ടിൻ്റെ കാലം, അത് പിന്നീട് വളരുന്നത് മലയാളിത്തമുള്ള സംഗീതമുണ്ടാകുന്നത് അതുവരെ അനുകരണങ്ങളാണ്. നമ്മുടെ ഹിന്ദി ട്യൂണുകളുടെയും തമിഴ് ട്യൂണുകളുടെയും ഒക്കെ അനുകരണമായിരുന്നു അതുവരെ. 54 അഭിമാനത്തോടെ പറയട്ടെ, നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ആണ് മലയാളിത്തമുള്ള ആദ്യത്തെ ചലച്ചിത്രവും അതിലെ ഗാനങ്ങളും ഉണ്ടാകുന്നത്. നീലക്കുയിൽ എന്ന സിനിമയിൽ 2 തൃശ്ശൂർക്കാരാണ് സംവിധായകർ, രാമു കാര്യാട്ട് സാറും ഭാസ്കരൻ മാസ്റ്ററും. അതിലാണ് മലയാള പാട്ടുകളുടെ തുടക്കം. അതുവരെ കേട്ടതൊക്കെ പാട്ടുകൾ തന്നെ, പക്ഷേ മലയാളത്തിൻ്റെ പച്ചമണ്ണ് മണക്കുന്ന സംഗീതം, അതുപോലെ തന്നെ മലയാള തനിമയുള്ള ഏറ്റവും ലാളിത്യമാർന്ന രചനയിലൂടെ P. ഭാസ്കരൻ മാസ്റ്ററാണ് നമ്മളീ പാടുന്ന പാട്ടുകളുടെയൊക്കെ മുന്നിൽ നിൽക്കുന്നത്. എത്ര പാട്ടുകളാണ്, ഏതൊക്കെയാ പാട്ടുകൾ? കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ, കുയിലിനെ തേടി, മാനൊന്നും വിളിക്കില്ല തുടങ്ങി 10ഓളം പാട്ടുകൾ ആ സിനിമയിൽ. അത് കഴിഞ്ഞ് 55 ONV സാറും ദേവരാജ് മാസ്റ്ററും സിനിമയിലേക്ക് വരുന്നത്. ഒരുപാട് നാടകങ്ങൾക്ക് വേണ്ടി സംഗീതം നൽകിയ ശേഷം കാലം മാറുന്നു എന്ന സിനിമയിലൂടെ 55 ONV സാറും ദേവരാജ് മാസ്റ്ററും വരുന്നു. 1956 വയലാർ രാമവർമ്മ, അത്രയും കാലം നാടകങ്ങൾക്കും പാട്ട് എഴുതിയിരുന്ന, കവിതകൾ എഴുതിയിരുന്ന വയലാർ രാമവർമ്മ എന്ന കവി 56 കൂടപ്പിറപ്പ് എന്ന സിനിമയിലൂടെ വരുന്നു. തുമ്പി തുമ്പി വാവ എന്ന പാട്ട് എഴുതി. 57 MS ബാബുരാജ് എന്ന സംഗീത സംവിധായകൻ വരുന്നത്. 58 S. ജാനകി എന്ന ഗായിക തമിഴിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. 59 വയലാർ ദേവരാജൻ എന്ന മഹത്തായ കൂട്ടുകെട്ട് പിറക്കുന്നത്. 57 അവരൊന്നിച്ച് ബലികുടീരങ്ങളെ എന്നൊരു പാട്ട് ഒരുക്കിയെങ്കിൽ അത് പിന്നീട് വിശറയ്ക്ക് കാറ്റ് വേണ്ട നാടകത്തിൽ ഉപയോഗിക്കുകയായിരുന്നു. 59 വയലാർ ദേവരാജൻ ദ്വയം പിറക്കുന്നത്. 1960 P. സുശീല എന്ന തെന്നിന്ത്യൻ ഗായിക ആദ്യമായി മലയാളത്തിൽ പാടുന്നത്. 1961 നവംബർ മാസം 14 സർവാദരണീയനായ പത്മവിഭൂഷൺ ഡോക്ടർ KJ യേശുദാസ് എന്ന ഗായകൻ ആദ്യമായി ഒരു ചലച്ചിത്രഗാനം പാടുന്നത്. 1962 വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഭാര്യ എന്ന സിനിമയിലെ പാട്ട് വരുന്നത്. 63 ബാബുക്കയുടെ അതിമനോഹരങ്ങളായ പാട്ടുകൾ ഉണ്ടാകുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് നമ്മുടെ പാട്ടിൻ്റെ പാരമ്പര്യം. ഇതോടൊപ്പം തന്നെ പാരലായിട്ട് നാടകരംഗത്ത് ONV സാറും ദേവരാജൻ മാസ്റ്ററും, ONV സാറും രാഘവ മാസ്റ്ററും, ഭാസ്കരൻ മാസ്റ്ററും, രാഘവൻ മാസ്റ്ററും, LPR വർമ്മയും ഒക്കെ തുടങ്ങി വെച്ച മറ്റൊരു പാട്ടിൻ്റെ വഴി. ഈ പാട്ടുകൾ എന്തിനാണ് ഈ പാട്ട്, എന്താണ് ഈ പാട്ട്? നമുക്കൊക്കെ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്.
പാട്ട് എഴുതിയവർ പലരും മൺമറഞ്ഞു, അവരൊന്നും മരിച്ചിട്ടുമില്ല. സംഗീത സംവിധായകരും ഓർമ്മയിൽ, നായകന്മാരൊക്കെ അരങ്ങൊഴിഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പാട്ട് നിലനിൽക്കുന്നത്? പാട്ട് എന്ന് പറയുന്നത് ഒരിക്കലും പ്രായമാവാത്ത നിത്യവസന്തമായ നിത്യവിസ്മയമായ കലയാണ് പാട്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. ഓരോ പാട്ട് കേൾക്കുമ്പോൾ ഓരോ കാലത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും പ്രിയതരമായ വയലാർ ദേവരാജൻ മാസ്റ്റർ ടീമിൻ്റെ ഒരു പാട്ട് അതിരാവിലെ കേൾക്കുമ്പോൾ ഞാൻ ആ പ്രായത്തേക്ക് പോകും. രാവിലെ നിങ്ങൾക്കറിയുന്നറിയില്ല, രാവിലെ 10 പാട്ട് പാടുകയല്ല വേണ്ട, 10 പാട്ട് കേൾക്കുകയാണ് വേണ്ടത്. 10 പാട്ട് കേട്ടാലാണ് നമ്മുടെ ഒരു ശ്വാസോച്ഛ്വാസം ശരിയാകുന്നത്. എൻ്റെ ഒരു എക്സസൈസാണ്, ക്യാൻ യു ഫോളോ? വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എന്നും ചെയ്യുന്ന കാര്യം, ഇന്നും കേട്ടു. രാവിലെ എണീക്കുക, എന്തെങ്കിലും പ്രാഥമിക കർമ്മങ്ങളുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പാട്ട് കേൾക്കുക. വളരെ ഗംഭീരമായ എക്സസൈസാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് കേട്ടിരിക്കണം, ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് കേട്ട പാട്ടുകളൊക്കെ തന്നെ ഞാൻ ദേവരാജ മാസ്റ്റർ പാട്ട് തന്നെയാണ് ആദ്യം കേൾക്കുക. 4 ഗുളിക പോലെയാണ്. എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഒരു കൈ നിറയെ 16 ഗുളികകളായിട്ടാണ് കാലത്ത് എണീക്കുന്നത്. എനിക്കിത് കേൾക്കുന്ന കാരണം യാതൊരു വിധത്തിലുള്ള മരുന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്കും അത് വേണമെങ്കിൽ പരിശീലിക്കാം. പാട്ട് കേൾക്കുക, പാട്ടിൻ്റെ ഓർമ്മയിലൂടെ ജീവിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിൻ്റെ ഒരു കാലത്തേക്ക് നമ്മൾ പോവും. ആ കാലത്ത് സുഗന്ധം നമ്മളിലേക്ക് വരും. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഒരു വൻകര, എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ട ഒരു വൻകര പെട്ടെന്ന് ഉയർന്നു പൊങ്ങി വരികയും അത് പെട്ടെന്ന് കാണാതാവുകയും ചെയ്യും ആ പാട്ട് കഴിയുമ്പോൾ. അതുമാത്രമല്ല, നമ്മുടെ മലീമസമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും നേരത്തെ മധു പറഞ്ഞവർ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗം വെട്ടി പൊരുതി തളർന്നുകൊണ്ടിരിക്കുകയും പിന്നെ എണീക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് ഈ ലോകത്ത്, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ, ആത്മഹത്യ ചെയ്യാതെ ഞാനൊക്കെ ജീവിക്കുന്നത് ഈ പാട്ടുകളുള്ളതുകൊണ്ടാണ്. ഈ പാട്ടുകളില്ലെങ്കിൽ നമ്മൾ പണ്ടേ മരിച്ചു. ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്നൊരവസ്ഥയാകുമായിരുന്നു. അപ്പോൾ പാട്ടുകൾക്ക് അങ്ങനെ ഒരു പങ്കുണ്ട്. മലയാള പാട്ടുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, തമിഴിലേക്കും ഹിന്ദിയിലേക്കും പോയാൽ ഒരു ദിവസം പോരാ സംസാരിക്കാൻ. അപ്പോൾ പാട്ടിൻ്റെ ഒരു പാലാഴിയാണ് ഇവിടെ തീർക്കാൻ പോകുന്നത്. ആ പാട്ട് ദക്ഷിണാമൂർത്തി സ്വാമി ഈണമിട്ട ആ പാട്ടിൻ്റെ അതിമനോഹരമായ ആ ഗാനത്തിൻ്റെ പിറവിയെപ്പറ്റി ഒരുപാട് കഥകളുണ്ട്. പാഴ്മുളം തണ്ടാണ്, അതായത് ഏകദേശം കാലാവധി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു മുളന്തണ്ട്. ആ മുളന്തണ്ടിൽ കിളികൾ വന്ന് പലപ്പോഴുമായി പല ദ്വാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. എന്താ പറയുക, മുളയെ നിങ്ങൾ എന്താ പറയുക? ഞങ്ങളുടെ നാട്ടിൽ പട്ടിലെന്ന് പറയും. എന്താ പറയുക അത്? മുള. ആ മുള തന്നെ. ആ മുളയിൽ പല ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഈ കിളികൾ ദ്വാരം ഉണ്ടാക്കി വെച്ച ദ്വാരത്തിലൂടെ കാറ്റ് കടന്നു പോയിട്ട് അതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ശ്രുതിയിൽ അതിലൂടെ സംഗീതം പുറത്തേക്ക് വരികയാണ്. അതാണ് കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്ന് പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ. അത് സംഗീതമാണ്, ഒരു പെണ്ണിനെ കുറിച്ചൊന്നല്ല പറയുന്നു. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നു പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ, ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി വന്നാലും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നു പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ. അത് സംഗീത ദേവതയോടാണ്. നമ്മൾ വിചാരിക്കുന്ന ഏതൊരു കാമുകിയോടൊന്നുമല്ല, സംഗീത ദേവതയാണ്. അവരോടാണ് പറയുന്നത് ഈ വരികൾ പി ഭാസ്കരൻ എഴുതിയത്. അപ്പോൾ അങ്ങനെ ഓരോന്നിനുണ്ട് ഓരോ. ഇപ്പം ചാരുലതേ ചന്ദ്രിക കയ്യിൽ കളഭം നൽകിയ ചൈത്രലതേ, എൻ്റെ മുല്ലപ്പന്തലിൽ നീ പടരൂ, ഇന്നെല്ലാം എനിക്ക് തരൂ ചാരുലതേ. ആ ചാരുലത എന്ന് പറഞ്ഞാൽ എന്താ? നിലാവ്
അതിനെയാണ് പറയുന്നത് ജ്യോത്സ്ന, വനജ്യോത്സ്ന. നിലാവാണ് സാധനം. ചാരുലത, മുല്ലവള്ളിയാണ്, മുല്ലവള്ളി. അതിൽ ചന്ദ്രിക നൽകിയ ആ വെട്ടം, അതാണ് ജ്യോത്സ്ന, വനജ്യോത്സ്ന. അതാണ് വയലാർ എഴുതുന്നത്. ഇതെല്ലാം സംഗീതമാണ്. എല്ലാം സംഗീതത്തെക്കുറിച്ചുള്ള ആരാധനയാണ്. അത് ഭാസ്കരൻ മാസ്റ്ററും വയലാർ സാറും ONV സാറും ശ്രീകുമാരൻ നമ്പി സാറും യൂസഫ് അലി കേച്ചേരിയും ബിഷു തിരുമലയും പൂവച്ചൽ ഖാദറും കാവാലൻ സാറും ജയകുമാറും മുല്ലനേഴിയും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പാട്ടുകാരും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൈതപ്രവും ഗിരീഷും തുടങ്ങി ഇന്നലെ പാട്ട് എഴുതാൻ വന്നവനും എല്ലാം ആരാധിക്കുന്നത് സംഗീത ദേവതയാണ്. ആ 51 അക്ഷരങ്ങളിൽ അവർ എഴുതപ്പെട്ട ആ കവിതയെ എടുത്തുകൊണ്ട് 7 സ്വരങ്ങളിൽ ദേവരാജൻ മാസ്റ്ററും ബാബുക്കായും അതുപോലെ ദക്ഷിണാമൂർത്തി സ്വാമി തുടങ്ങിയവരും അർജുനൻ മാഷും അവരെല്ലാവരും ഈണമിട്ട് വന്ന് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവരുടെ പതാക കയ്യിലേന്തിയ രവീന്ദ്രൻ മാസ്റ്ററും ജോൺസേട്ടനും ഔസേപ്പേട്ടനും മോഹൻ സിതാരയും തുടങ്ങിയ M ജയചന്ദ്രൻ വരെ, വിദ്യാസാഗറും ഇപ്പോൾ പുതിയതായി പാട്ട് ചെയ്യുന്ന ഉമാരും എല്ലാവരും ഈ പതാക ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ഇതെല്ലാം 5 മിനിറ്റ് കൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന വികാരങ്ങളാണ്, ചലനങ്ങളാണ് അവൻ്റെ ആദ്യകാലത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഏറ്റവും ആരാധിക്കുന്ന, എൻ്റെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന പാട്ടുകാരൻ ജയേട്ടൻ്റെ നാടാണിത്. P ജയചന്ദ്രൻ. അദ്ദേഹം ഇവിടുന്ന് ഒരു വെളിപ്പാട് അകലെയാണ് ജയേട്ടൻ്റെ വീട്. ജയേട്ടൻ്റെ നാട്ടിലാണ് നടക്കുന്നത് എന്നത് മറ്റൊരു ആഹ്ലാദം. ഈ വരുന്ന ജനുവരി മാസം 9-ാം തീയതി ജയേട്ടൻ മരിച്ചിട്ട് 1 വർഷമാവും. ജയേട്ടൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ, ഭാവഗായകൻ്റെ ഓർമ്മകൾക്ക് മുന്നിലും ഞാൻ നമസ്കരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ള അമേരിക്കയിലിരുന്നു കൊണ്ട് 86-ാമത്തെ വയസ്സാണ് ജനുവരി മാസം 10-ാം തീയതി പ്രിയങ്കരനായ ദാസേട്ടനെ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, കൂടുതൽ വർത്തമാനം പറയുന്ന എനിക്കിങ്ങനെ ഞാൻ കാട് കയറിപ്പോവും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്നോട് ഹരി പറഞ്ഞെന്താ വെച്ചാൽ ജയേട്ടൻ്റെ പാട്ട് പാടണമെന്നാണ്. അപ്പോൾ അത് കൊടുക്കുക. അതില്ലെങ്കിൽ ഇവിടെ കരോക്കെ മാസ്റ്റർമാരൊക്കെ ഉണ്ട്, നമുക്ക് മഞ്ഞലയിൽ തന്നെ ആവാം. എന്തോ മഞ്ഞലയിലുണ്ടോ അതിൽ സാരടി? മഞ്ഞലയിലുണ്ടെങ്കിൽ നന്നായി. കാരണം അത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത പാട്ടാണ്. 1965 അദ്ദേഹം ആദ്യം പാടുന്നത്, ജയേട്ടൻ പാടുന്നത്. 65 പാടിയ പാട്ട് ഒരു മുല്ലപ്പൂമാലയുമായി നീന്തി 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 വന്ന് 1-ാം കടലിൽ 1-ാം തിരയിട്ടൊന്നാം തിരമാല, അതാണ് ആദ്യം പാടിയത്. പക്ഷെ അത് പുറത്തിറങ്ങിയില്ല. ദേവരായ മാഷ് അദ്ദേഹത്തെ കൊണ്ട് 2 പാട്ട് പാടിച്ചു. കൃഷ്ണൻ നായർ സാറാണ് സംവിധായകൻ. കൃഷ്ണൻ നായർ സാർ നമ്മുടെ ജയകുമാർ സാറിൻ്റെ അച്ഛനാണ്. അപ്പോൾ നീ 2 പാട്ട് പഠിച്ചോ എന്ന് പറഞ്ഞു ദേവരായ മാഷ്. നീ 2 പാട്ട് പാടി എന്ന് പറഞ്ഞു. അങ്ങനെ ജയേട്ടന് ആദ്യം മഞ്ഞലയിൽ പഠിച്ചു. അത് കഴിഞ്ഞ് താരുണ്യം തന്നൂടെ റെക്കോർഡ് ചെയ്തു. അപ്പോൾ താരുണ്യം തന്നൂടെ എന്ന് പറഞ്ഞാൽ താരുണ്യം തന്നൂടെ താമരപ്പൂവനത്തിൽ പൂവമ്പൻ വളർത്തുന്ന പൊന്മാനി, അത് പാടി കഴിഞ്ഞപ്പോൾ ജയേട്ടന് വിഷമമായി, മഞ്ഞലയിൽ കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ജയേട്ടൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കൃഷ്ണൻ നായർ സാറ് മുറുക്കിയിട്ട് പുറത്തേക്ക് തുപ്പാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ജയേട്ടൻ പറഞ്ഞു എനിക്ക് ആ പാട്ട് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആ പാട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്കത് പാട്ട് പാടാൻ. അപ്പോൾ കൃഷ്ണൻ നായർ സാറ് പറഞ്ഞു നീ പേടിക്കാതിരിക്കുക, ഞാൻ ദേവരായ മാഷോട് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ദേവരായ മാഷോട് പറഞ്ഞു. ദേവരായ മാഷ് പറഞ്ഞു അത് യേശുവിന് പാടാനുള്ളതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കൃഷ്ണൻ നായർ സാർ ജയേട്ടൻ്റെ ചെവിയിൽ പറഞ്ഞു നീ പേടിക്കേണ്ട, ആ പാട്ട് നിനക്കുള്ളത് തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മഞ്ഞലയിൽ പിറന്നു വീണത്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി വന്ന മധുമാസ ചന്ദ്രികയുടെ നിത്യകാമുകനാണ് P ജയചന്ദ്രൻ ചേട്ടൻ. മരിച്ചതും മഞ്ഞലയിൽ മുങ്ങിത്തോർത്തുന്ന ഒരു ധനുമാസ രാത്രിയിലായിരുന്നു. പാട്ടിൻ്റെ നിലാവാണ് അദ്ദേഹം. കിട്ടിയാ റെഡി? എന്നാ വെച്ചോ. രചന P ഭാസ്കരൻ മാസ്റ്റർ. ഒറിജിനൽ ഒന്നുകൂടെ വയ്ക്കണം. ഞാൻ ശ്രദ്ധിച്ചില്ല. ഒന്നുകൂടെ. ഓ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി.
മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു. കൺമണിയെ കണ്ടില്ലല്ലോ, എന്റെ സഖി വന്നില്ലല്ലോ. കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ? മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. കഥ മുഴുവൻ തീരും മുമ്പേ, യവനിക വീഴും മുമ്പേ. കഥ മുഴുവൻ തീരും മുമ്പേ, യവനിക വീഴും മുമ്പേ. കവിളത്ത് കണ്ണീരോടെ, കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ, ആ വഴി നടന്നുവല്ലോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. ഇത് നേരത്തെ മധു പറഞ്ഞ മാതിരി നമ്മുടെ നിത്യഹരിത നായകനാണ് നിന്നുകൊണ്ട്. നായിക ഷീല വേറെ എവിടെയുള്ളപ്പോൾ ഇദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഏതൊരു മതിലിൻ്റെ ഒരു ഗാർഡനിൽ നിന്നിട്ട് മഞ്ഞലയിൽ മുങ്ങി സുന്ദരിയുടെ ഹൃദയത്തിലേക്ക് നേരിട്ടയച്ച പൂവമ്പുകൾ ഓരോ പാട്ടുകളും. മഞ്ഞടിയിൽ മുങ്ങിത്തോർത്തി വന്ന ധനുമാസ ചന്ദ്രിക പോലെ മുഖമുള്ളവൾ. അപ്പോൾ ജയേട്ടൻ്റെ പാടിയപ്പോൾ നമുക്ക് ദാസേട്ടൻ്റെ ഒരു പാട്ട് പാടണം. അത് ഞാൻ എന്നും വാട്സാപ്പിൽ നിലനിൽക്കുന്നൊരു വലിയ സ്നേഹബന്ധമാണ് ദാസേട്ടൻ്റെ. യേശുദാസ് ഇല്ലായിരുന്നെങ്കിൽ കേരളം മഹാമോശമായേനെ കേട്ടോ. എത്ര പേര് അദ്ദേഹത്തെ പറ്റി അനാവശ്യം പറയുന്നുണ്ടോ അവരൊക്കെ ഇല്ലാതാവുകയും അദ്ദേഹം നിലനിൽക്കുകയും ചെയ്യും. യാതൊരു സംശയവുമില്ല. കാരണം അതുപോലൊരു ഒരു ശബ്ദം മുഹമ്മദ് റഫി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗുരുവായ മഹാഗായകനായ മുഹമ്മദ് റഫി സാഹിബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദങ്ങളിൽ ഒന്ന് ദാസേട്ടൻ്റെ ആയിരുന്നു. അറിയാമോ? ആ ശബ്ദം നമുക്ക് തരുന്ന ഊർജമുണ്ടല്ലോ. സ്വരങ്ങളുടെ ദാസനാണ് യേശുദാസ്. സ്വരദാസ്. അദ്ദേഹത്തിൻ്റെ തൊണ്ടയിലിങ്ങനെ സ്വരങ്ങൾ രാഗങ്ങൾ കാവൽ നിൽക്കുകയാണ്. ഞങ്ങളെ എടുക്കൂ എന്ന് പറഞ്ഞിട്ട്. കാളിന്തി ദാസേട്ടൻ്റെ കൂടെ എന്നാലേ മുഴുവനാവുള്ളൂ. ഇത് നമ്മുടെ ജയേട്ടൻ്റെ മണ്ണിൽ നിൽക്കുമ്പോൾ അതിലുണ്ടോ കാളിന്തി ഉണ്ടോ? ആ കാളിന്തി കൊടുത്തോളൂ. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. എന്താ കാരണം വെച്ചാൽ ആ പാട്ട് ഒരു കൃഷ്ണഭക്തിയുടെ വലിയൊരു രചനയിൽ എനിക്ക് തോന്നുന്നു അതാണ് വയലാറിന് അവസാനം കിട്ടിയ സ്റ്റേറ്റ് അവാർഡ്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അവാർഡ് കൊടുത്തതെന്ന് സംശയമുണ്ടെങ്കിൽ 75 മഞ്ഞിലാസിൻ്റെ ചുവന്ന സന്ധ്യകൾ. ചുവന്ന സന്ധ്യകളിലെയും സ്വാമി അയ്യപ്പനിലെയും പാട്ടുകൾക്കാണ് അവസാനമായി വയലാർ രാമവർമ്മ സ്റ്റേറ്റ് അവാർഡ് വാങ്ങുന്നത്.
സ്വാമിയപ്പൻ്റെ പാട്ട് അറിയാലോ. ശബരിമലയിൽ തങ്കസൂര്യോദയം ഈ സംക്രമ പുലരിയിൽ. നിങ്ങളെന്താ പാടാത്തത്? തേടിയെത്തും സന്നിധാനത്തിൽ ശബരിമലയിൽ തങ്ക സൂര്യോദയം. ആനന്ദഭൈരവിയിൽ തീർത്തതാണ്. ആനന്ദഭൈരവിയിൽ തീർത്ത വയലാർ ദേവരാജൻ കൃതി എന്നാണ് ഇതിനൊക്കെ പറയേണ്ടത്. വയലാർ ഹിന്ദു ഭക്തിഗാനങ്ങൾ എഴുതുമ്പോൾ ഹിന്ദു കവിയാവും, ക്രിസ്ത്യ ഭക്തിഗാനം എഴുതുമ്പോഴോ ക്രിസ്തീയ കവിയാവും, അല്ലേ? യെരൂശലേമിലെ സ്വർഗദൂത യേശുനാഥ എന്നു വരും വീണ്ടും എന്നു വരും എൻ്റെ മെഴുകു വിളക്കിൻ മുന്നിൽ എന്നു വരും ദൈവപുത്ര. മക്കത്ത് പോയി വരും മാനത്തെ ഹാജിയാർക്ക് മുത്തുപതിച്ചൊരു മേലാവ്, അല്ലേ? മയിൽപീലി കണ്ണുകൊണ്ട് കൽബിലെ കടലാസിൽ മാപ്പിളപ്പാട്ട് കുറിച്ചവനെ. വിപ്ലവഗാനം എഴുതുമ്പോൾ വിപ്ലവ കവിയാവും. ബലികുടീരങ്ങളെ എന്നെഴുതുമ്പോൾ അതാവും. വിഭക്തി ഗാനങ്ങൾ എഴുതുമ്പോൾ വിഭക്തിയാവും. ദാർശനിക ഗാനങ്ങൾ എഴുതുമ്പോൾ ദാർശനികനാവും. ശാസ്ത്രഗാനങ്ങൾ എഴുതുമ്പോൾ ശാസ്ത്രജ്ഞനാവും വയലാർ നിലാവിനെയൊക്കെ പിടിച്ചിട്ട് കുറുനിരകൾ മാടിയൊതുക്കി കുനുകൂന്തൽ നിറുകയിൽ കെട്ടി അരയിൽ ജഗന്നാഥൻ പുടവ ചുറ്റി മുത്തോല കുട ചൂണ്ടി മൂവന്തി പുഴ നീന്തി മൺവിളക്കുമേന്തി വരും വെണ്ണിലാവേ എൻ വികാരം, അല്ലേ? ഭാസ്കര മാഷ ഉണ്ടല്ലോ, ചന്തമേഴും ചന്ദ്രികതൻ ചന്ദനമണി മന്ദിരത്തിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ. നിലാവ് ഇന്നലെ കണ്ടോ? നിലാവ് എന്തൊരു ഭംഗിയായിരുന്നു നിലാവ്. ആകാശമൊക്കെ വല്ലപ്പോഴും നോക്കുന്നത് നല്ലതാ. എല്ലാവരും തല കുമ്പിട്ട് നടക്കുന്ന കാലമാണ്. തലയെല്ലാം താഴെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സൃഷ്ടിയിലെ ഏറ്റവും വലിയ അത്ഭുതം മൊബൈൽ ഫോണാണ്. അത് സൃഷ്ടിയാണ്, ഏറ്റവും ഉദാത്തമായ സൃഷ്ടി. അത് സ്ഥിതിയാണ്. നമ്മുടെ പാട്ട് ഗ്രൂപ്പുകൾ, വാട്സപ്പ് സന്ദേശങ്ങൾ, ഫേസ്ബുക്കുകൾ, ട്വിറ്ററുകൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന സന്ദേശങ്ങൾ, അത് സംഹാരമാണ്. എങ്ങനെയാണ് സംഹാരം? ഒന്ന് വേറൊരുത്തനെ കൊല്ലാനും ഇല്ലായ്മ ചെയ്യാനും അവനെ സ്വഭാവത്തെ ചെയ്യാനും മറ്റുള്ളവനെ നശിപ്പിക്കാനും വൈരം തീർക്കാനുമാണ്. അപ്പോൾ ഒരേ സമയം സൃഷ്ടിച്ച് സംഹാരമുള്ള ഒരു വസ്തുവാണ് മൊബൈൽ ഫോൺ. ഉഗ്ര സൃഷ്ടിയല്ലേ, ഉഗ്ര സ്ഥിതിവിശേഷല്ലേ, അസാധ്യമായ സംഹാരമാണ്. ആയാ കാളിന്തി വന്നോ? കാളിന്തി പാടിയിട്ട് ഞാൻ നിർത്താട്ടോ. നിങ്ങളുടെ പാട്ടുകൾ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഗുരുവായൂർ അത് ഒറിജിനലല്ല. എനിക്ക് ആ ഫ്ലൂട്ട് വരണം. വന്നില്ലേ? രണ്ട് തമാശ പറയാല്ലേ. കോഴിക്കോട് നിന്നുള്ളവരൊക്കെ കണ്ടു ഞാൻ, കണ്ണൂരിൽ നിന്നുള്ളവരെ കണ്ടു, പെരുമ്പാവൂരിൽ നിന്നുള്ളവരെ കണ്ടു, ആലപ്പുഴയിൽ നിന്നുള്ളവരെ കണ്ടു. പാലക്കാട് ഏട്ടാ പാലക്കാട് നിന്ന് വന്നാണ്. ഹരിയോ പാലക്കാടാണ്. അതെയോ ജയരാജേട്ടാ, യാട്ടയുടെ പരിപാടി കണ്ടിട്ട് ചിരിച്ച് രണ്ട് തലയടി റെയിൽ. കാളിന്തി കാളിന്തി കണ്ണന്റെ പ്രിയ സഖി കാളിന്തി രാസവിലാസവതി രാഗിണി രാധയെ പോലെ നീ ഭാഗ്യവതി കാളിന്തി കാളിന്തി കണ്ണന്റെ പ്രിയ സഖി കാളിന്തി രാസവിലാസവതി രാഗിണി രാധയെ പോലെ നീ ഭാഗ്യവതി
കാളിന്തി കാളിന്തി. ഗോപാംഗനകൾ തൻ ഹേമാംഗരാഗങ്ങൾ ആപാദ ചൂടമണിഞ്ഞാലും ഗോപാംഗനകൾ തൻ ഹേമാംഗരാഗങ്ങൾ ആപാദ ചൂടമണിഞ്ഞാലും നിന്നല കൈകളിൽ വീണമർന്നാലേ കണ്ണന് നിർവൃതിയാകൂ, കണ്ണന് നിർവൃതിയാകൂ. കാളിന്തി കാളിന്തി കണ്ണന്റെ പ്രിയ സഖി കാളിന്തി. രാസവിലാസവതി രാഗിണി രാധയെ പോലെ നീ ഭാഗ്യവതി. കാളിന്തി കാളിന്തി. പൂജാസമയത്ത് ശ്രീ ഗുരുവായൂരിൽ പൊന്നും കിരീടമണിഞ്ഞാലും പൂജാസമയത്ത് ശ്രീ ഗുരുവായൂരിൽ പൊന്നും കിരീടമണിഞ്ഞാലും നിന്റെ വൃന്ദാവന പൂച്ചൂടിയാലേ കണ്ണന് നിർവൃതിയാകൂ, കണ്ണന് നിർവൃതിയാകൂ. കാളിന്തി കാളിന്തി കണ്ണന്റെ പ്രിയ സഖി കാളിന്തി. രാസവിലാസവതി രാഗിണി രാധയെ പോലെ നീ ഭാഗ്യവതി. കാളിന്തി കാളിന്തി. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഘോരഘോരമായ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓ കാലത്തിൻ്റെ ഒരു യാത്രയുണ്ടല്ലോ, അവിടെയാണ് ലോകം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷിപ്രസാധ്യമായ മാറ്റങ്ങളാണ് അനുദിനം. ഈ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്തെ പിടിച്ചു കിട്ടാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്തെ പിടിച്ചു കിട്ടാൻ കഴിയില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷേ കാലത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അതിൻ്റെ പേരാണ് സംഗീതം. അനർഘനിർഗളമായ മധുരതരമായ, നമ്മളെ വേദനിപ്പിക്കുകയും നമ്മളെ പ്രണയിപ്പിക്കുകയും നമ്മെ ചിന്തിപ്പിക്കുകയും നമ്മെ ഉറക്കുകയും ഉണർത്തുകയും ചെയ്യുന്ന സംഗീതം എന്ന് പറയുന്ന ആ ഒരു ഒന്നില്ലായിരുന്നെങ്കിൽ ഈ കാലം എങ്ങോട്ടൊക്കെയോ ഒഴുകി തകരാറായി പോയേനെ. സംഗീതം ആപാത മധുരം എന്ന് പറയും. എന്താണ് സംഗീതം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ആപാത മധുരമാണ്. പാദം മുതൽ തലവരെ മധുരമാണത്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ചെറുപ്പമായിരിക്കുന്നത്. അല്ലെങ്കിൽ എത്രയോ വയോവൃദ്ധന്മാരായി പോകേണ്ട ആളുകളാണ് പലരും. ഉള്ളിൽ സംഗീതമുള്ളത് കൊണ്ടാണ്. പണ്ടൊക്കെ 55 വയസ്സിൽ സർക്കാർ സേവനത്തിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാൽ പകുതി പല്ല് അപ്പം തന്നെ പോവും. അടുത്ത വർഷമാകുമ്പോൾ മുഴുവൻ പല്ലും പോവും. പിന്നെ മക്കളൊക്കെ കൈ പിടിച്ച് കൊണ്ടുപോകുന്ന കാണാം. 60-ാം പിറന്നാളെന്ന് പറയുന്ന ഒരു വലിയ സംഗതി ഉണ്ടല്ലോ, അപ്പോഴത്തേക്കും പടുവൃദ്ധനാവും. ഈ സംഗീതം ഉള്ളത് കൊണ്ടും അതിൻ്റെ ആസ്വാദനത്തിൻ്റെ ഒരു തോത് കൂടിയത് കൊണ്ടും എല്ലാവരുടെ ഉള്ളിലും പാടാനുള്ള അദമ്യമായ വാസനയുള്ളത് കൊണ്ടും നിങ്ങൾ ഈ ഒരിക്കലും വയസ്സാവില്ല കേട്ടോ, പ്രായമേ ഇല്ല. ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ വെല്ലുവിളിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനിതൊന്നും പ്ലാൻഡ് അല്ല കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ വരുന്നതാണ്, ഇതൊക്കെ വരികയാണ് ഇങ്ങനെ. MT സാറിൻ്റെയാ
യഥാർത്ഥത്തിൽ എനിക്ക് സംഗീതമായിട്ട് അത്ര വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ എൻ്റെ സിനിമയിലെ പാട്ടുകളൊക്കെ വളരെ മനോഹരമായി എഴുതപ്പെട്ടിട്ടുണ്ട്. ഞാനും 2-3 പാട്ട് എഴുതിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? വളർത്തുമൃഗങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കേച്ചേരിയാണ് ഏൽപ്പിച്ചിരുന്നത്, സംഗീത MBS. അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് വരാൻ സാധിച്ചില്ല. അപ്പോൾ എന്നോട് ഹരിഹരൻ പറഞ്ഞു MT തന്നെ എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി. ശുഭരാത്രി നിങ്ങൾക്ക് നേരുന്നു, കാക്കാലൻ കളിയച്ഛൻ വേറൊരു പാട്ട്, പിന്നെ ഒരു പാട്ട് കൂടി ഉണ്ട് അതിൽ, ശുഭരാത്രി എന്ന ഗാനം, കാക്കാലൻ കളിയച്ഛൻ, വേറെ ഒന്നും കൂടി ഉണ്ട്, ഒരു മുറി കണ്ണാടി ഒന്ന് നോക്കി എന്നൊരു പാട്ട്. സാധിക്കുകയാണെങ്കിൽ അതുകൂടെ പാടിക്കഴിഞ്ഞാൽ എനിക്കും ഒരു പബ്ലിസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ജീവിതം എന്ന് പറയുന്നത് ഒരു തരം യാത്രയാണല്ലോ, അതിനകത്താണ് ഈ പാട്ടൊക്കെ വന്ന് വീഴുന്നത്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ തൂവന്ന, അങ്ങനെയൊക്കെയാണ് പാട്ടുകൾ. എല്ലായ്പ്പോഴും ജീവിതത്തിൽ നല്ല കാലം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ എന്ന് സംഗീതം മരിക്കുന്നോ അതിൻ്റെ തലേദിവസം രാത്രി നിങ്ങൾ മരിച്ചു പോകും. അതുകൊണ്ട് മരിക്കാതിരിക്കട്ടെ. പോരെ? നിങ്ങൾക്ക് കൂടുതൽ പാട്ട് കേൾക്കണമെങ്കിൽ അടുത്ത മീറ്റിങ്ങിൽ ഞാൻ എൻ്റെ മകളെ കൊണ്ടുവരാം. എൻ്റെ മോളെ നിങ്ങൾ അറിയും, ഇന്ദുലേഖ. ഇന്ദുലേഖ ഇപ്പോൾ ഒരു 2 സിനിമയിൽ ഇപ്പോൾ പാടിയിട്ടുണ്ട്. ഔസേപ്പേറ്റിൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, കഴിഞ്ഞു. ഇപ്പം മോഹൻ സിത്താരയോട് പാടിയിട്ടുണ്ട്. ഇന്ദുലേഖ സ്വന്തമായി എഴുതി പാടുന്ന ആളും കൂടിയാണ്. അടുത്ത പരിപാടിയിൽ നമുക്ക് ഇന്ദുലേഖയെ കൊണ്ട് 2 പാട്ട് പാടിക്കാം. വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ഈ ഇന്നത്തെ ഈ ചടങ്ങ് ഏറ്റവും അഭിമാനത്തോടു കൂടി ഒരുപാട് പാട്ടുകാരെ കാണാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷത്തിൽ, കേരളം മുഴുവനുമുള്ള ഒരുപാട് സംഗീതപ്രേമികളെ കാണാൻ കഴിഞ്ഞല്ലോ എന്ന ആഹ്ലാദത്തിൽ, അതിലെല്ലാം ഉപരിയായി നിങ്ങളുടെയും എൻ്റെയും ഹൃദയതാളത്തിൻ്റെ അതിങ്ങനെ അതിൻ്റെ ഒരു ഫ്രീക്വൻസി എന്ന് പറയില്ലേ, ഇങ്ങനെ ആരോഹണം അവരോഹണം. പാട്ടങ്ങനെയാണല്ലോ. ഈ പാട്ടെന്നൊരു സാധനം ആലേഖനം ചെയ്യുന്നത് ഫ്രീക്വൻസിയിലല്ലേ, ശബ്ദ തരംഗങ്ങളായിട്ട്. അതുപോലെ നമ്മുടെ ഹൃദയ തരംഗങ്ങളെല്ലാം ഒന്നായി തീരുന്ന അസുലഭസുന്ദരമായ സുപ്രഭാതത്തിന് നന്ദി പറയുന്നു. എന്നെ ക്ഷണിച്ചതിന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും ഗായകനുമായ മധുവിന് പ്രത്യേകം നന്ദി. മറ്റുള്ളവരെ എല്ലാവരും പരിചയപ്പെട്ടു. ശരണിൻ്റെ ഹരിയുടെ പണ്ടത്തെ പേര് അത് ഹരിശാന്തിൻ്റെ ചലച്ചിത്ര സീരിയൽ ജീവിതത്തിന് നന്ദി, ആശംസകൾ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയപൂർവ്വം നമസ്കാരം. ഉദ്ഘാടനം ചെയ്തതായി താഴ്മയോടെ അറിയിക്കുന്നു. താങ്ക് യു. പ്ലീസ് ബി ഹിയർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കാളിന്തി പാടിയ പോലെ ജയരാജന്റെ പ്രസൻസ് ഇല്ലായിരുന്നെങ്കിൽ ഈ പാട്ടിന്റെ പാലാഴി ഇത്ര ഗംഭീരമാവുമായിരുന്നില്ല. താങ്കളുടെ പ്രസൻസിന് സർവേശ്വരന്റെ പേരിൽ നന്ദി പറയുന്നു. ജയരാജ് സാറിനെ ആദരിക്കുന്നതിനായി ഈ ഗ്രൂപ്പിൻ്റെ പാട്ടിൻ്റെ പാലാഴിയുടെ ഫൗണ്ടർ, നടത്തിപ്പുകാരൻ മനു സാർ ആൻഡ് വിശേട്ടൻ്റെ അമ്മ ഷീല മാം ഈ വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്.